പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഒരു പ്രഭാതയാമത്തെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ദർശിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വായിക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മോശ തൻ്റെ അമ്മായിയപ്പനായ യിത്രോവിൻ്റെ ദേശത്ത് താമസിച്ചിരുന്ന കാലത്ത് മോശയെ കൂടുതൽ സ്വാധീനിച്ച ഒരു സംഭവമായിരുന്നു ഇയ്യോബിൻ്റെ ചരിത്രം. യഹൂദ്യ പാരമ്പര്യമനുസരിച്ച് ക്രിസ്തുവിന് മുൻപ് 1485 1460 ഇടയിലാണ് ഇയ്യോബിൻ്റെ പുസ്തകം മോശയാൽ രചിക്കപ്പെടുന്നതെന്ന് ചരിത്രം വിശ്വസിക്കുന്നു. ചരിത്രം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം ആരംഭം മുതൽ അവസാനം വരെ 42 അധ്യായങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ചില പ്രത്യേക കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാനും കഴിയും. ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിനൊരു അഭിപ്രായമുണ്ടായിരുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ ദോഷം വിട്ടകലുന്നവനും നിഷ്കളങ്കനും നീതിമാനുമായവൻ ആരും ഭൂമിയിലില്ലല്ലോ. അങ്ങനെയാണ് സാത്താനോട് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇയ്യോബിനെ കുറിച്ച് സാത്താൻ ഒരു അഭിപ്രായമുണ്ടായിരുന്നു. ദൈവമേ, നീ അവനും അവനുള്ളതൊക്കെയും നീ വേലി കെട്ടി സൂക്ഷിക്കുന്നു. നിന്നാൽ പരിപാലിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ മനുഷ്യൻ എന്ന് സാത്താൻ ദൈവത്തോട് ഇയ്യോബിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ഇയ്യോബിനെ കുറിച്ച് തൻ്റെ ഭാര്യയ്ക്കൊരു അഭിപ്രായമുണ്ടായിരുന്നു. അതിഭക്തനായി എപ്പോഴും ദൈവമേ 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 എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾക്കും ദൈവത്തിൻ്റെ ആലോചനകൾക്കും നന്മയാണേലും തിന്മയാണേലും എപ്പോഴും അത് സന്തോഷത്തോടെ ഏറ്റുകൊള്ളുന്ന ഒരു നിർഭാഗ്യവാൻ. അങ്ങനെ വേണം ഇയ്യോബിൻ്റെ ഭാര്യയുടെ ഭാഷയിൽ പറയുവാൻ. തീർച്ചയായിട്ടും അവളുടെ ദൃഷ്ടിയിൽ അവനൊരു നിർഭാഗ്യവാനാണ്. ദൈവത്തിൻ്റെ നാമം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ളതായ ഭക്തി കാരണം ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട ഒരു നിർഭാഗ്യവാൻ. അതുപോലെ തന്നെ ഇയ്യോബിനെ കുറിച്ച് ഇയ്യോബിൻ്റെ കൂട്ടുകാർക്കും സ്നേഹിതർക്കും ഒരു അഭിപ്രായമുണ്ടായിരുന്നു. ലംഘനം ഇല്ലാഞ്ഞിട്ടും എനിക്ക് കഷ്ടം ദൈവം തന്നു എന്ന് ഭോഷ്ക് പറയുന്ന കള്ളൻ, ദുഷ്ടജനങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നവൻ, വേണ്ടാത്തവരോടുകൂടെ കൂട്ടുകെട്ടുന്നവൻ എന്ന് വേണ്ട. എലിഹു തന്നെക്കുറിച്ച് പറയുന്നതായ അഭിപ്രായങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് തന്നെ സങ്കടം തോന്നിപ്പോകും. അങ്ങനെ ദേശക്കാർക്കും ലോകർക്കും എല്ലാവർക്കും സഹോദരവർഗങ്ങൾക്കുമെല്ലാം ഇയ്യോബിനെ കുറിച്ച് ഒരു അവജ്ഞയുണ്ടായി. ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു അതിഭക്തി നിമിത്തം സകലതും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു ഹതഭാഗ്യൻ. അങ്ങനെ ത്യജിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നതായ ഇയ്യോബിനെ കുറിച്ച് തന്നെ ഒരു ചിന്തയുണ്ടായിരുന്നു, ഒരു അഭിപ്രായമുണ്ടായിരുന്നു. എന്തെല്ലാം വന്നിരുന്നാലും ഞാൻ ദൈവത്തെ വിട്ട് പിന്മാറുകയില്ല. എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ വെളിയിൽ വരും. ഞാൻ ശുദ്ധീകരൻ, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയില്ല. ഞാൻ നിഷ്കളങ്കനായി തന്നെ തുടരും. അങ്ങനെ ഇയ്യോബിനെ കുറിച്ചൊരു അഭിപ്രായം, ഇയ്യോബിനെ കുറിച്ച് തൻ്റെ സ്നേഹിതന്മാർക്കൊരഭിപ്രായം, ഭാര്യയ്ക്കൊരു അഭിപ്രായം, സാത്താനും ഒരു അഭിപ്രായം, ദൈവത്തിനും ഒരു അഭിപ്രായം. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇയ്യോബിനെ കുറിച്ച് എന്തു പറയുന്നു? ഏതഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത്? ഇവരിൽ ആര് പറഞ്ഞ അഭിപ്രായമാണ് സത്യം? ദൈവം പറഞ്ഞതോ, സാത്താൻ പറഞ്ഞതോ, എലിഹു പറഞ്ഞതോ, ഭാര്യ പറഞ്ഞതോ, ഇയ്യോബ് പറഞ്ഞതോ? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏതഭിപ്രായമാണ് നിലനിൽക്കുന്നത്, അവസാനം വരെയും നിലനിൽക്കുന്നത്? അതാണ് സത്യം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തൻ്റെ ശത്രുക്കളും തൻ്റെ സ്നേഹിതന്മാരും ഭാര്യയും സാത്താനും ഒക്കെ പറഞ്ഞതിനെ എല്ലാം ദൈവം അല്പകാലത്തെ ക്ലേശമെന്ന് ഇയ്യോബിന് തോന്നിച്ചു കൊടുത്തു. ഈ അല്പകാലത്തെ കഷ്ടങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ദിവസം എൻ്റെ ദൈവത്തെ കാണും.
യോബ് 42 തൻ്റെ മോശ എഴുതുന്നതായി യോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 42 അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുകയാണ്: യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. 5-ാം വാക്യമാണ് അവൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിന് കാരണമായത്. അതിങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ ഞാൻ സകലവും കാണുന്നു. ദൈവത്തിന് മഹത്വം. ഒരു കേൾവി ഇതൊക്കെയും സഹിക്കുവാൻ തന്നെ പ്രാപ്തനാക്കിയെങ്കിൽ, നേരിട്ട് കാണുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിനെ കാണുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുവാൻ യോബിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ദൈവത്തോട് അവൻ ഏറ്റു പറഞ്ഞപ്പോൾ, ദൈവമേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രം കേട്ടു, ആ കേൾവിയുടെ ബലത്തിൽ ഞാൻ ഇത്രത്തോളം കഷ്ടങ്ങളൊക്കെയും സഹിക്കുവാൻ എനിക്ക് പ്രാപ്തി തന്നു. ഞാൻ ഇപ്പോൾ നിന്നെ മുഖാമുഖമായി കാണുന്നു. ഓ, എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എങ്കിലും എനിക്ക് നിന്നെ നിത്യം കണ്ടാൽ മതി. ഞാൻ അവനെ കാണും, എൻ്റെ സ്വന്തം കണ്ണാൽ അവനെ കാണും. ഇങ്ങനെ പറഞ്ഞപ്പോൾ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും അവൻ ഇരട്ടിയായി തിരികെ കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരു കേൾവിയാൽ മാത്രമല്ല, മുഖാമുഖമായി കാണുമ്പോൾ അത് കേൾവിപ്പെട്ടതിനെക്കാട്ടിലും തേജസ്സേറിയതെന്നുള്ളതായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മുഖാമുഖമായി കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനമുണ്ടാകും, രൂപാന്തരമുണ്ടാകും, അവൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകും. വെറും കേൾവിയല്ല, ഞാൻ കേട്ടത് മാത്രമല്ല, ഞാൻ കേട്ടത് സത്യം എന്ന് അവൻ ഉറപ്പിച്ചു, അവൻ്റെ സ്വന്തം കണ്ണാൽ കണ്ടുകൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്നത് കേവലം ഒരു കേൾവിയാൽ മാത്രമാണോ? അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ അനേക സന്ദേശങ്ങളിൽ കൂടെ, സുവിശേഷങ്ങളിൽ കൂടെ, തിരുവചനത്തിൽ കൂടെ നിങ്ങൾ അനേകം കേൾവികൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ വ്യക്തിപരമായി ദൈവത്തെ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥിതിക്കൊരു വ്യത്യാസമുണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്ക് അധികാരമുണ്ട്, ദൈവത്തോട് എനിക്ക് ചോദിച്ചു വാങ്ങിക്കുവാൻ, സൗഖ്യം വാങ്ങുവാൻ എനിക്ക് അവകാശമുണ്ട്. ദൈവം അങ്ങനെ ചെയ്യും, ദൈവത്തിന് കഴിവുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച അനേകർക്ക് സൗഖ്യം കൊടുത്തതല്ലേ. പക്ഷെങ്കിൽ ദൈവം അവനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അത് ഞാൻ അനുസരിച്ചു. ദൈവത്തിന് മഹത്വം. എനിക്ക് ലോഭമായിരിക്കാനും സമൃദ്ധിയായിരിക്കാനും എനിക്കറിയാം. ഓ, ഭക്തന്മാരുടെ ജീവിതം, അവരുടെ സാക്ഷ്യം നാം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ സ്നേഹിതർ, സാത്താനും അല്ലെങ്കിൽ സകല ശത്രു സൈന്യങ്ങളൊക്കെയും നിനക്ക് വിരോധമായി സംസാരിച്ചിരുന്നാലും ശരി, നിന്റെ ജീവിതത്തിൽ നീ കേട്ട കേൾവിക്ക് ഒരു യാഥാർത്ഥ്യമുണ്ടെന്നുള്ളതായ ഒരു തിടുക്കമായ ഉറച്ചതായ തീരുമാനത്തോടുകൂടെ നിന്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം നീ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒടുവിൽ നീ വന്ന് സമ്മതിക്കും, ദൈവത്തോട് സമ്മതിക്കും, കർത്താവേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടുള്ളൂ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ കാണുന്നു. അങ്ങനെ നീ ദൈവത്തോട് സമ്മതിക്കുമ്പോൾ നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം തിരികെ തരും. ഈ പ്രഭാതം നഷ്ടങ്ങളിൽ നിന്ന് കരകയറുവാൻ, നിന്നെക്കുറിച്ചുള്ളതായ അപവാദങ്ങളിൽ നിന്നൊരു സൽപ്പേര് ലോകത്തോട് വിളിച്ചു കാണിച്ചുകൊണ്ട്, ഇതാ എൻ്റെ ദാസനെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു കാണിക്കത്തക്കവണ്ണം ദൈവം ചെയ്യുന്നതായ രൂപാന്തരങ്ങളെ, അവസ്ഥാഭേദങ്ങളെ, സ്ഥിതിഭേദങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ നിന്റെ വിശ്വാസം, നിന്റെ പ്രത്യാശ നിന്നെ സഹായിക്കുമാറാകട്ടെ.